ഒരു മാസം നീ സൃഷ്ടാവിലേക്കുള്ള കർമ്മനൈരന്തര്യത്തിൻ്റെ അനുഭൂതിയുമായിട്ടാണ് ഓരോ മുസ്ലിമും ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പുണ്യപ്രവാചകർ ഒരു മുസ്ലിം ആഘോഷിക്കണമെന്ന് പറഞ്ഞ രണ്ട് ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും ബലിപെരുന്നാളും. റമളാനിൽ ആർജിച്ചെടുത്ത ഈമാൻ ആവേശമായി സ്വീകരിച്ച് സൃഷ്ടാവിലേക്ക് അടുക്കുവാനുള്ള മറ്റൊരു ഹേതുവായി പെരുന്നാളിനെ സമീപിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം സമ്പൂർണ്ണതയിലെത്തുന്നത്. ഒരു വിശ്വാസി കാത്തു നിന്നാണല്ലോ ഈ സുകൃതങ്ങളൊക്കെ വന്നു ചേർന്നത്. അവൻ 2 മാസങ്ങൾക്ക് മുന്നേ റമളാൻ വന്നെത്താൻ നിരന്തരം പ്രാർത്ഥന നടത്തുന്നു. റമളാനിൽ റബ്ബിനു വേണ്ടി പകൽ സമയം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ അവനിലേക്ക് കൈകൾ ഉയർത്തുന്നു. ലൈലത്തുൽ ഖദ്ർ രാത്രികളിൽ മിഴികൾ സജലങ്ങളാക്കുന്നു. എല്ലാത്തിനും പരിസമാപ്തി കുറിച്ച് വന്നെത്തിയ പെരുന്നാളിൻ ശവ്വാലമ്പിളി വെട്ടം വെച്ചപ്പോൾ മുതൽ അവൻ്റെ നാഥനെ പ്രകീർത്തിക്കുന്നു. ഇതിനേക്കാൾ ഒരടിമയിൽ നിന്ന് യജമാനന് എന്ത് ആനന്ദമാണ് വേണ്ടത്? ഇന്ന് നാം കൈമൈ മറന്ന് ഒന്നിക്കൽ പ്രധാനമാണ്. വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിഘാതം ഭയാനകമാണ്. പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ശീലിക്കുന്ന ഈ മാരക വൈറസുകളെ തുരത്താൻ നാം സകലതും മറന്ന് പോരാടേണ്ടതുണ്ട്. എവിടെയും നമ്മുടെ ശ്രദ്ധ അനിവാര്യമാണ്. വീട്ടിൽ, നിരത്തുകളിൽ, വിദ്യാലയങ്ങളിൽ, ആഘോഷങ്ങളിൽ കുടുംബവും സമൂഹവും ജാഗരൂകരായി ഇരുന്നാലേ ഈ വിപത്തിനെ തടയാൻ കഴിയുകയുള്ളൂ. സർക്കാരുകൾക്ക് മയക്കുമരുന്നിനെതിരെയുള്ള നീക്കം ഭരണ നേട്ടമാണെങ്കിൽ നമുക്ക് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. അല്ലെങ്കിൽ ഇനിയും ലഹരിക്കടിമപ്പെട്ടവരാൽ അനേകം മാതാപിതാക്കളും സഹോദരങ്ങളും വെട്ടേറ്റ് വീഴും. കലാലയങ്ങൾ രക്തക്കളമാവും. ലഹരിയാണ് ജീവിതം എന്നതിൽ നിന്ന് ജീവിതമാണ് ലഹരി എന്നതിലേക്ക് നവലോകത്തെ മാറ്റേണ്ടതുണ്ട്. കലാലയങ്ങൾ രക്തക്കളമാകും. ലഹരിയാണ് ജീവിതം എന്നതിൽ നിന്ന് ജീവിതമാണ് ലഹരി എന്നതിലേക്ക് നവലോകത്തെ മാറ്റേണ്ടതുണ്ട്. പുണ്യവേദഗ്രന്ഥവും ഖുർആൻ മുറുകെ പിടിച്ചു ജീവിക്കുക എന്നതാണ് ഏക പോംവഴി. കുടുംബവും ബന്ധങ്ങളും ഇടങ്ങളും നന്മയുടെ കൂടിച്ചേരലാവുമ്പോൾ ആ സുകൃതം ആസ്വദിക്കാൻ ആളുണ്ടാവും. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. ഓ സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക. നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. വിശുദ്ധ ഖുർആൻ മാഇദ 90. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വാക്യം തന്നെയാണ് നവലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം. ജീവിത വിജയത്തിന് നിങ്ങൾ ലഹരി ഉപേക്ഷിക്കൂ. അതേ, മാറ്റത്തിൻ്റെ കാറ്റുവീശലാവട്ടെ ഈ പുണ്യ പെരുന്നാൾ. റബ്ബ് തുണക്കട്ടെ. ആമീൻ.